മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ലോസിനെ കുറിച്ച്, അതിൻ്റെ റെലവൻസി ഓഫ് മൊസൈക്ക് ലോ, അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ റെലവൻസി എന്താണെന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഒറിജിനലി നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ആദ്യം നമ്മൾ പാപത്തെക്കുറിച്ച് പറഞ്ഞു. പാപവും പാപത്തിനോട് ചേർന്ന് ന്യായവിധിയും വരുന്ന കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാൽവേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 3:21 മുതൽ രക്ഷയെക്കുറിച്ച്, നീതീകരണം എന്ന് വേണമെങ്കിൽ പറയാം. 3:21 മുതൽ 5:11 വരെയുള്ള ഭാഗങ്ങളാണ് അത് വരുന്നത്. അപ്പോഴേ നമ്മൾ അതിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് 5:11 ആകുമ്പോഴേ ഇത് തീർന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് കയറും. 6 തൊട്ട് 8 വരെയുള്ള 6ഉം 8ഉം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. 5:21 തൊട്ട് അങ്ങോട്ട് വരുന്നതാണ് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇന്നിപ്പോഴേ നമ്മൾ 5-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഇന്ന് 15 മിനിറ്റ് കൊണ്ട് കാര്യമായിട്ട് ഡീറ്റെയിൽഡായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് 5-ാം അധ്യായത്തിൽ നമുക്ക് പ്രവേശിക്കാം. ഇത് പൗലോസിൻ്റെ, നേരത്തെ പറഞ്ഞു, പൗലോസിൻ്റെ ഒരു താത്വിക ചിന്തകളുടെ ഒരു ലേഖനമാണ് റോമ ലേഖനം. അതുകൊണ്ട് അതിനകത്തെല്ലാം തന്നെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ ആയിട്ട് എല്ലാ അധ്യായങ്ങളിലും ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ ഉണ്ട്. 4-ാം അധ്യായത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 4-ാം അധ്യായത്തിൽ 6 ക്വസ്റ്റ്യൻസോളം ഉണ്ടായിരുന്നു. അതിനെല്ലാം ഉത്തരം പറഞ്ഞതായിട്ട് കാണും. ഈ 3ഉം 4ഉം അധ്യായം കഴിഞ്ഞിട്ട് 5-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു കൾമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നീതീകരണത്തിൻ്റെ ഫലമാണ് ശരിക്കും 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. നീതീകരണത്തിൻ്റെ ഫലം ആണ് പറയുന്നത്. പിന്നെ അതിനുശേഷം 12 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിലെ ആദാമും ക്രിസ്തുവും തമ്മിൽ ഒരു കമ്പാരിസൺ, ഒരു താരതമ്യ പഠനം പോലെ അതിൽ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു. നമ്മൾ 1-ാം വാക്യം തൊട്ട് നമുക്ക് ഒന്ന് വായിക്കാം. ഞാൻ തോന്നുന്നു 2 വാക്യം ഇന്ന് വായിക്കുന്നുള്ളൂ. കാരണം 2 വാക്യത്തിൽ കൂടുതൽ നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾ നോട്ട്സ് എഴുതി വെക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാവത്തില്ല. റെഫറൻസസും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് മനസ്സിലാവത്തില്ല. ഈ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്തിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഈ തുടക്കത്തിൽ തന്നെ therefore being justified by faith we have peace with God through our Lord Jesus Christ. therefore എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട്, ആകയാൽ എന്നൊക്കെയുള്ള ഒരു മീനിങ്ങിൽ ആണ് നമുക്കത് ചിന്തിക്കേണ്ടത്. therefore 5:1 therefore എന്ന് പറയുന്നുണ്ട്. 8:1 therefore എന്ന് പറയുന്നുണ്ട്. അതുപോലെ 12:1 therefore എന്ന് പറയുന്നുണ്ട്. ഈ ഒരു വേർഡ്, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വേർഡ്, ചില വേർഡ്സാണിത്, പ്രധാനപ്പെട്ട ചില വേർഡ്സാണ്. അതുകൊണ്ടാണ് ഇത് ആ വേർഡ്സിനകത്ത് നമ്മൾ എടുത്ത് പറയുന്നത്. therefore എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷൻ പോലെ വന്നിട്ട് ചില കാര്യങ്ങൾ സമർത്ഥിക്കുകയാണ്. ലോജിക്കലായിട്ടുള്ള താത്വിക ചിന്തകളുടെ ഒരു സമാഹാരം പോലെ. therefore being justified, നേരത്തെ പറഞ്ഞ നീതീകരണത്തിൻ്റെ വിവിധ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഇതുപോലെ തന്നെ ഒരു വേർഡ് എത്രയധികം എന്ന് പറഞ്ഞൊരു വാക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടത് കാണുന്നത് 9-ാം വാക്യത്തിലാണ്. എത്രയധികമായി കോപത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. എത്രയധികം, അതും ഇതിനകത്ത് 5 പ്രാവശ്യം ഈ എത്രയധികം, മച്ച് മോർ എന്നുള്ള വേർഡ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. 9-ാം വാക്യത്തിലുണ്ട്, 10-ാം വാക്യത്തിലുണ്ട്, 15-ാം വാക്യത്തിലുണ്ട്, 17-ാം വാക്യത്തിലുണ്ട്, 20-ാം വാക്യത്തിലുണ്ട്. 9-ാം വാക്യത്തിൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. പിന്നെ അതുപോലെ 10-ാം വാക്യത്തിൽ എത്രയധികമായി രക്ഷിക്കപ്പെടും.
15-ാം വാക്യത്തിൽ ചെല്ലുമ്പോൾ അത് ഇംഗ്ലീഷിൽ മച്ച് മോർ എന്നുള്ളൊരു വേർഡ് അവിടെ യൂസ് ചെയ്തിട്ട് എത്രയധികമെന്ന് മലയാളത്തിൽ അവിടെ കാണുന്നില്ല. അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം, മച്ച് മോർ, അൺടു മെനി എന്നുള്ളൊരു മീനിങ്ങിൽ അവിടെ യൂസ് ചെയ്യുന്നു. 17-ാം വാക്യത്തിൽ ഏറ്റവും അധികം ജീവനിൽ വാഴും, മച്ച് മോർ, അവിടെ ഏറ്റവും അധികം എന്ന് പറയുന്നുണ്ട്. 20-ാം വാക്യത്തിൽ വരുമ്പോൾ അത്യന്തം വർദ്ധിച്ചു, അത്യന്തം, മച്ച് മോർ അബൌട്ട് എന്ന് പറയുന്നു. ഇത് ഒരു പടി കൂടുതലായിട്ട്, എന്ന് വെച്ചാൽ ഒരു പടി എന്നല്ല, നേരത്തെ ഉള്ളതിൽ നിന്ന് ഇത്തിരി കൂടുതലായിട്ടുള്ള ഒരു മീനിങ് ആണ് മച്ച് മോർ എന്ന് വെച്ചാൽ. അത് 100% ഷുവറാണ്, പിന്നെ അതിനകത്ത് ഒരു കുറവില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് അത് വരുന്നത്. പ്രത്യേകിച്ച് ഈ യഹൂദ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസിഷണൽ സ്റ്റേജ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇരുന്നപ്പോഴാണ് അവർ ചെയ്ത് ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആചരിച്ച് വരുമ്പോഴേ പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ലെറ്റർ ആൻഡ് സ്പിരിറ്റ് സ്ട്രോങ് ആയിട്ട് ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. ചിലരൊക്കെ, എല്ലാവരും അങ്ങനെയാണോന്നില്ല, പുറമേ കാണിക്കാൻ വേണ്ടിയുള്ളവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സിമ്പിളാണ് അല്ലേ. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവന് ഉയർത്തെഴുന്നേറ്റു, അതിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും എന്ന് പറയുന്ന ആ ഒരു ചിന്ത, ഒരു വിശ്വാസം, ഒരു ഉള്ളിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടെങ്കിലും അതിനകത്ത് വലിയൊരു എക്സ്റ്റേണലായിട്ടൊരു പ്രവർത്തനമൊന്നുമില്ല. അതുകൊണ്ട് അവർ പറഞ്ഞത്, ദൈവം നേരത്തെ പറഞ്ഞ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത്, അതുകൊണ്ട് പരിച്ഛേദന വേണം, അതുപോലെ അന്ന് തുടർന്നിരുന്ന കാര്യങ്ങളൊക്കെ വേണം എന്ന് യഹൂദന്മാരെ പഠിപ്പിച്ചു. നീതീകരണം ലഭിച്ചു എങ്കിലും അവർക്കൊരു പേടി, പ്രവൃത്തി ഇല്ലെങ്കിൽ നീതീകരണം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് പൗലോസ് വീണ്ടും സ്പെസിഫിക്കായിട്ട് അവരോട് പറയുകയാണ്, ദൈവം എത്രയധികം 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 ചെയ്യും എന്നുള്ള പല പ്രാവശ്യങ്ങളിലായിട്ട് ഇത് പറയുന്നതായിട്ട് കാണാം. ഈ താത്വിക ചിന്തകളൊക്കെ വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ വലിയൊരു ബേസിസ് ആയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവവുമായി നമുക്ക് സമാധാനമുണ്ട്. ഈ സമാധാനം എന്ന് പറയുന്ന വാക്ക് ഷാലോം എന്നുള്ളൊരു വേർഡ് ആണെങ്കിലും ദൈവം മനുഷ്യനുമായിട്ടുള്ള ശത്രുത അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമായിരുന്നു, ആ യുദ്ധം അവസാനിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഒരു രാജാവും തൻ്റെ പ്രജകളും തമ്മിലുള്ള മത്സരം ഉണ്ടായിരുന്നു, ആ മത്സരമെല്ലാം തീർന്നു. ഇപ്പോഴേ അന്യോന്യം രണ്ടുപേരും സ്വീകരിച്ച് അവിടെ റിലേഷൻഷിപ്പ് പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള മൂലഭാഷയിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോഴുള്ള പ്രയോഗത്തിൽ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഒരിക്കൽ അത് നീതീകരിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. നീതീകരിക്കുന്ന കൃപ തുടർമാനമായി നമ്മൾ വ്യാപരിക്കുന്നു എന്നുള്ള സത്യം അല്ലയോ റോമൻ വിശ്വാസികളെ നിങ്ങൾ മറന്നുപോയി. അതാണ് ഫസ്റ്റ് വേഴ്സിൽ പറയുന്നത്, ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുണ്ട്. ഒരിക്കൽ നിങ്ങൾ ശത്രുക്കളായിരുന്നു, ഇപ്പോഴേ നമ്മൾ ദൈവത്തോട് സമാധാനമുണ്ട്. 5-ാം അധ്യായത്തിൽ തന്നെ 10 ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നമ്മൾ ശത്രുക്കളായിരുന്നു ഒരിക്കൽ, എന്നാൽ ഇപ്പോഴ് ദൈവവുമായിട്ട് നിരപ്പ് വന്നു, ആന്തരികമായിട്ടൊരു സമാധാനം വന്നു, ശത്രുത്വം എല്ലാം മാറി. ശത്രുക്കൾക്കൊരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ശത്രുത്വം എല്ലാം മാറി, ഇപ്പോഴേ ദൈവവുമായിട്ട് നിരന്നിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത. രാഷ്ട്രങ്ങൾ തമ്മിൽ ശത്രുത്വം ഉണ്ടല്ലോ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? യുദ്ധമാണ് സംഭവിക്കുന്നത്. അവിടെ സമാധാനമില്ല, ആ രാജ്യത്തിലുള്ളവർക്കൊന്നും സമാധാനമില്ല. ഇവിടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നിങ്ങൾ ദൈവവുമായി ഒരു ഉടമ്പടിയിൽ, ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിലേക്ക് വന്നു, ഇനിയും നിങ്ങളെ ശിക്ഷിക്കുകയില്ല. പഴയ നിയമത്തിലെ ചില റെഫറൻസ് നമ്മൾ നോക്കുമ്പോൾ യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ
ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ്റെ മനസ്സ് രക്ഷിക്കപ്പെടാത്തൊരു മനസ്സാണ്. അതുകൊണ്ട് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. അതേ കാര്യം തന്നെ യെശയ്യാപ്രവചനം 57:20-21 വാക്യങ്ങളിൽ ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാവുന്നു, അതിനടങ്ങിയിരിക്കാൻ കഴിയുകയില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളിച്ചെയ്യുന്നു. കലങ്ങി മറയുന്ന കടൽ പോലെ വെള്ളവും ചെളിയും ചേറുമൊക്കെ മേലോട്ട് തള്ളി വരുന്ന, അതുകൊണ്ട് ദുഷ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനമില്ല. എന്നാൽ നീതി ചെയ്യുന്നവർക്ക് സമാധാനമുണ്ട്. പഴയ നിയമത്തിലെ യെശയ്യാപ്രവചനം 32:17 നീതിയുടെ പ്രവൃത്തി, സമാധാനവും നീതിയുടെ ഫലം, ശാശ്വത വിശ്രാമവും നിർഭയത്വവും ആയിരിക്കും. നീതി പ്രവർത്തിക്കുക. ഇപ്പം നമ്മളെ സംബന്ധിച്ച നീതി പ്രവർത്തിക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ യേശുക്രിസ്തുവിൽ കൂടിയുള്ള ദൈവത്തിൻ്റെ നീതി നമ്മൾക്ക് ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുമ്പോഴേ അവിടെ സമാധാനം വരികയാണ്. നീതിയുടെ പ്രവൃത്തി സമാധാനമാണ്. നീതിയുടെ ഫലം ശാശ്വത വിശ്രാമം, എറ്റേണൽ പീസ്, എറ്റേണൽ റെസ്റ്റ്, നിർഭയത, വിത്തൗട്ട് ഫിയർ. നീതിയുടെ ഫലമാണത്. ഓക്കെ, എന്ത് നല്ലൊരു വാക്യമാണത്. നീതിയുടെ ഫലം, പ്രവൃത്തി, സമാധാനം. നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയ. സങ്കീർത്തനക്കാരൻ പറയുന്ന സങ്കീർത്തനം 85:10 ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതി സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ദയയും വിശ്വസ്തതയും, ഇത് ശരിക്കും ഒരു കോൺട്രറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ദയയും വിശ്വസ്തതയും നീതി സമാധാനവും. വിശ്വസ്തത ഉള്ളിടത്ത് ദയയില്ല, നീതി ഉള്ളിടത്ത് സമാധാനവുമില്ല. ശ്രദ്ധിക്കാൻ അറിയാം. അതാണ് പറഞ്ഞത്, വിശ്വസ്തതയും ദയയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ശരിക്കും നീതി ഉള്ളിടത്ത് സമാധാനമില്ല, ദയയും ഉള്ളിടത്ത് വിശ്വസ്തതയില്ല, അല്ലെങ്കിൽ വിശ്വസ്ത ഉള്ളിടത്ത് ദയയില്ല. കാരണം ദൈവം വിശ്വസ്തനാണെങ്കിൽ അവിടെ ന്യായം വിധിക്കപ്പെടും. ന്യായം വിധിക്കുമ്പോൾ ദയ കാണിക്കാനായിട്ട് ദൈവത്തിന് പറ്റത്തില്ല. കാരണം പാപത്തിന് ന്യായം വിധിയുണ്ട്. ഇവിടെ നീതിയും സമാധാനവും അതുപോലെ തന്നെയാണ്. നീതിയുള്ള ദൈവമാണെങ്കിൽ സമാധാനം വരത്തില്ല. അതുകൊണ്ട് വിശ്വസ്തത ഇവിടെ പറയുന്നത് സങ്കീർത്തനം 85:10 ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്ന നീതി സമാധാനം ചുംബിച്ചിരിക്കുന്നു. എവിടെയാണ് സംഭവിച്ചത്? അതിനെക്കുറിച്ചുള്ള നിങ്ങൾക്കറിയാമോ? ഇത് സംഭവിച്ചത് കാൽവറി ക്രൂശിലാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ കാൽവറി ക്രൂശിൽ ഇതെല്ലാം സമ്മേളിക്കുന്നതായിട്ട് കാണാം. ഇത് തമ്മിൽ ചുംബിച്ചത് ക്രൂശിലാണ്, ദയയും വിശ്വസ്തയും തമ്മിൽ. അല്ലെങ്കിൽ നീതി സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നത് കാൽവറി ക്രൂശിലാണ്. അവിടെ വെച്ച് ദൈവം നമ്മളോട് ദയ കാണിച്ചു. വിശ്വസ്തനായ ദൈവം നമ്മളോട് ദയ കാണിച്ചു. ദൈവത്തിൻ്റെ നീതി നമുക്ക് തന്നു സമാധാനം വരാനായി. നേരത്തെ പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താലെ നമ്മളെ നീതീകരിച്ചു. നീതീകരണത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ ക്ലാസ്സിലെത്താണ്. വാട്ട് ഈസ് ജസ്റ്റിഫിക്കേഷൻ? ഇറ്റ് ഈസ് എ റൈച്ചസ് ഡിക്ലറേഷൻ, ജുഡീഷ്യൽ ഡിക്ലറേഷൻ. ഒരു നിയമപരമായ ഒരു ഡിക്ലറേഷനാണ്. നിങ്ങൾ കുറ്റമില്ല എന്ന് ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾക്ക് ഫേവർ ചെയ്ത് നിങ്ങൾക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ ഡിക്ലറേഷനാണത്. കൊലോസ്യർ 1:20 അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയുള്ളതും സ്വർഗത്തിലുള്ള സകലത്തെയും അവനെക്കൊണ്ട് നിരപ്പിപ്പാനും തന്നെ. ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും യേശുക്രിസ്തുവിൽ കൂടി നിരപ്പ് വന്നു. പിതാവിന് പ്രസാദം തോന്നി. എഫേസ്യർ 2:14 ഇത് തന്നെയാണ് പറയുന്നത്. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഇത്രയും പറഞ്ഞ ആ ഒരു ആദ്യത്തെ വാക്യത്തിൽ നിന്നാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവത്തോട് സമാധാനം, ദൈവത്തോടുള്ള സമാധാനം യേശുക്രിസ്തു കാൽവറിയിൽ ചൊല്ലി.
അവിടെ ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റു, നീതി സമാധാനവും തമ്മിൽ ചുംബിച്ചു. അത് രണ്ടും അവിടെ നടക്കുന്നതായിട്ടാണ് കാണുന്നു. ആ അപ്പോസ്തല പ്രവൃത്തി 10:36 ഇതേ കാര്യം പറയുന്നു. അവനെല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിക്കുക. യേശുക്രിസ്തു മൂലം സമാധാനം, യേശുക്രിസ്തു മൂലമുള്ള നീതീകരണമാണ്. ഇപ്പോഴേ ഒരു വാക്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സമയം ഇവിടെ തീർന്നു. നമ്മൾ തുടർന്ന് ഇത് ചിന്തിക്കും. ഒറ്റ കാര്യം നമ്മളിന്ന് പറഞ്ഞുള്ളൂ, വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. അതിന് പഴയ നിയമത്തിൽ നിന്ന് നീതിമാൻ്റെ കാര്യവും ദുഷ്ടൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു, ശത്രുത്വത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ദയയും വിശ്വസ്തതയും നീതിയും സമാധാനത്തിൻ്റെയും കാര്യം പറഞ്ഞു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മളെ നീതീകരിക്കപ്പെടുന്നു. അങ്ങനെ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് മനസ്സിൽ സമാധാനമില്ലാതെ ഇരിക്കുന്ന ഒരുപാട് അവസ്ഥകൾ എന്നെ കേൾക്കുന്ന പലർക്കും ഉണ്ട്. അതുപോലെ ഭയത്തിലായിരിക്കുന്ന പലരും ഇന്ന് കേൾക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുമോ? നിങ്ങളെ ദൈവം നീതീകരിച്ചു. 2000 വർഷത്തിന് മുമ്പ് സംഭവിച്ച സംഭവമായത്. നമ്മളെ നീതീകരിച്ചു. എന്നാൽ അത് നിങ്ങളുടേതായിട്ട് ഒന്ന് ഏറ്റെടുക്കുമോ? അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടേതായിട്ടുള്ള നീതീകരണമായിട്ട് ഏറ്റെടുക്കണം. അത് വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴേ, കർത്താവേ എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ നീതീകരിക്കണമെന്ന് പറയുമ്പോഴേ ദൈവവുമായൊരു സമാധാനമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴേ അവിടെ സമാധാനവും ധൈര്യവും വരികയും ഭീതി ഇല്ലാതാകുകയും ചെയ്യും. ഈ 5-ാം അധ്യായം മുഴുവൻ പഠിക്കുമ്പോഴേ എല്ലാം പഠിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയാണ്, ഈ 5-ാം അധ്യായം ഒരു 10 എപ്പിസോഡ്, അല്ലെങ്കിൽ ഒരു 6-7 എപ്പിസോഡ് കാണുമായിരിക്കും. ഇത്രയും എപ്പിസോഡ് എൻ്റെ കൂടെ ചേർന്ന് നിങ്ങളൊന്ന് പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും ധൈര്യവും എല്ലാം വന്നു ചേരുന്നതായിട്ട് കാണാം. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലെ കർത്താവേ, ഞങ്ങൾക്ക് നീതീകരണമുണ്ട്. അതിനോട് ചേർന്ന് നീ സമാധാനം തരുന്നു. ഇത് ഞങ്ങളുടെ ആദ്യത്തെ അനുഗ്രഹമാണ് സമാധാനം. വിശ്വാസത്താലുള്ള ആദ്യത്തെ അനുഗ്രഹമാണ് കർത്താവേ സമാധാനം. 10 ഫലങ്ങൾ കർത്താവേ ഈ അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുണ്ടെങ്കിൽ അതിലാദ്യമായിട്ട് നീ ഞങ്ങളോട് പറഞ്ഞ ദൈവത്തോടുള്ള സമാധാനം. ഒരിക്കൽ ഞങ്ങൾ ശത്രുക്കളായിരുന്നു, ഒരിക്കൽ ഞങ്ങൾ ദുഷ്ടന്മാരായിരുന്നു, ഞങ്ങളുടെ ഹൃദയം കർത്താവെ ദുഷ്ടതയ്ക്ക് വേണ്ടി പരക്കം പായുന്നതായിരുന്നു, കലങ്ങി മറിയുന്ന കടൽ പോലെയായിരുന്നു. എന്നാൽ കർത്താവെ നീ ഞങ്ങൾക്ക് നിരപ്പ് തന്നു. ദൈവമേ, നിൻ്റെ മക്കളാക്കി ഞങ്ങൾക്ക് നീതിയും സമാധാനവും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തന്നതോർത്ത് സ്തോത്രം. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭയത്തിൽ കഴിയുന്നവർ, രാത്രി ഉറങ്ങാൻ പോലും വയ്യാതെ ഭയത്തിൽ കഴിയുന്നവരുണ്ട്. രാത്രി കിടക്കുമ്പോൾ ഉറങ്ങാൻ പറ്റാത്ത ചില ആളുകളെ ഇന്ന് ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലെ ആ ഭീരുത്വം അവരിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭീരുക്കൾ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഭയം കൊണ്ടുവരുന്നത് പിശാചാണ്. പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ് ഭയം ഉള്ളത്. കർത്താവേ, ഈ ഭയത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതിനെയും കണ്ട് രാത്രിയിൽ ഞെട്ടി എഴുന്നേറ്റിരുന്ന് കരയുക, ഉറക്കം വരാതിരിക്കുന്ന അവസ്ഥ, മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വലിയൊരു വിടുതൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭയവും വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ രോഗസംബന്ധമായിട്ടുള്ള ഭയമായിരിക്കാം, ഭർത്താവിൻ്റെ ദുഷിച്ച പ്രവർത്തനങ്ങളുള്ള ഭയമായിരിക്കാം. എന്തായാലും യേശുവിൻ്റെ നാമത്തിലെ ആ കുടുംബത്തെ, ആ വ്യക്തികളെ ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ വലിയ ധൈര്യം അവരിൽ കൊടുക്കണമേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം അവരുടെ ഹൃദയങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങളെ നോക്കാൻ ആരുമില്ല, ഭർത്താവ് മരിച്ചുപോയി അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി എന്ന് പറഞ്ഞ് കർത്താവെ വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. നിങ്ങളെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളുടെ തുണയാണ്. നിങ്ങളെ നടത്താനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കുമോ? എല്ലാ ഭയവും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഓർത്ത സ്തോത്രം. അവൻ നമുക്ക് സമാധാനം, അവൻ നമ്മുടെ ശത്രുത്വം ഇല്ലാതെയാക്കി. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ നമുക്ക് സമാധാനം തന്നു. ഇതൊന്ന് മുറുകെ പിടിപ്പാനായിട്ട് പ്രിയപ്പെട്ടവരെ സഹായിക്കേണ്ടി വരുത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം, അനുഗ്രഹിക്കുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഒക്കെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവരും ഇത് കണ്ട് അനുഗ്രഹിക്കപ്പെടുവാനിടവും നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു റോൾ ആ വഴി
ചെയ്യും. നിങ്ങളെക്കൊണ്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഇതൊന്ന് അയച്ചു കൊടുത്തെങ്കിലും ആർക്കെങ്കിലും ഒന്ന് സമാധാനവും ജീവിതത്തിൽ സന്തോഷവും വരട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.